സന്യാസ ജീവിതം ബുദ്ധിമുട്ടാണ് അല്ലേ? പള്ളിയിലിരുന്ന് കള്ളം പറയുന്നു ബുദ്ധിമുട്ടല്ലേ? അതെ, സന്യാസ ജീവിതം ബുദ്ധിമുട്ടാണ്. ഏത് ജീവിതമാണ് ബുദ്ധിമുട്ടില്ലാത്തത്? എല്ലാ ജീവിതത്തിനും ബുദ്ധിമുട്ടും. സന്യാസ ജീവിതം ഉപേക്ഷിച്ച് കല്യാണം കഴിച്ചിട്ടുള്ളവരോട് ചോദിക്കണം ഇപ്പം എങ്ങനെ ഇരിക്കുന്നു. അടുത്ത കാലത്തൊരു വീഡിയോ മെസ്സേജ് കാണാനിടയായി. ഒരു വൈദിക ജീവിതം ഉപേക്ഷിച്ചു പോയ ഒരു എക്സ് പ്രീസ്റ്റ് അദ്ദേഹം ഇങ്ങനെ പങ്കുവയ്ക്കുന്നു. ഇത് ലോകം മുഴുവൻ അല്ലേ, മാർപ്പാപ്പ ഉൾപ്പെടെയുള്ളവർ കാണുന്നു. ഈ പറയുന്നതും കേൾക്കുന്നതുമല്ല, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വരട്ടെ. അപ്പോൾ ഈ വൈദികൻ പറഞ്ഞു, വൈദിക ജീവിതം ഉപേക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവരോ സന്യാസ ജീവിതം ഉപേക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവരോ ഒന്ന് കേട്ടിട്ടേ ചെയ്യാവൂ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത ഒരു ഹതഭാഗ്യനാണ് ഞാനെന്ന് അവനൊക്കെ പറയാനൊരു ധൈര്യം കാണിച്ചത് നിൽക്കുന്ന അനേകരേക്കാൾ ധൈര്യമുള്ളവനാണെന്ന് അദ്ദേഹം തെളിയിച്ചു. നിങ്ങളൊന്നും കൂടി ആലോചിച്ചിട്ടേ അതിന് മുതിരാവൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിറകിൽ എന്തോ കാരണമുണ്ട് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ എന്തോ എനിക്കറിഞ്ഞുകൂടാ. എനിക്കത് ബോധ്യപ്പെട്ടു. ആ ഉള്ളിലൊരു ചെറിയ വേദനയുണ്ട്. എനിക്ക് പറ്റിയത് നിങ്ങൾക്ക് അബദ്ധമായി പറ്റാൻ പാടില്ല. സന്യാസ ജീവിതം ക്ലേശകരമായ ജീവിതമാണ്. എന്ന് വെച്ചാൽ ക്ലേശങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് മഠത്തിലോട്ട് തള്ളിവെച്ചിരിക്കുന്നു എന്നല്ല. ഈ ജീവിതത്തിൽ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ചൊരു സംഘടിതമായ ഒരു ശ്രമം സന്യാസ ജീവിതത്തിൻ്റെ നന്മകളെ മാറ്റിവെച്ചിട്ട് ഈ സന്യാസ ജീവിതത്തെ പുതിയ തലമുറയിൽ എങ്ങനെയൊക്കെ നിരാകരിക്കുന്നതിന് കാരണം കണ്ടെത്താൻ പറ്റുമോ അതെല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അങ്ങനെ സന്യാസ ജീവിതം നയിക്കാനൊന്നും സാധ്യമല്ല. ഇതങ്ങനെ സംഭവിക്കും? മനുഷ്യരെ കൊണ്ട് അസാധ്യമാണ്. വെറുതെ പറയുന്നതാണ്. അതിന് എന്തെല്ലാം ആവിഷ്കാരങ്ങളാണ്. നാടകമെങ്കിൽ നാടകം, തിരക്കഥയെങ്കിൽ തിരക്കഥ. അതിനിടയിൽ അവർ അവാർഡും സംഘടിപ്പിച്ചെടുക്കും. പ്രമുഖ വ്യക്തികളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കും. പക്ഷെ ഓർത്തിരിക്കേണ്ടുന്നത്, തിളയ്ക്കുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അവര് അങ്ങോട്ട് പോയതും എണ്ണയിൽ വീണപ്പോൾ പറഞ്ഞതും മാറ്റമില്ലാത്തൊരു വാക്ക് തന്നെ, ഹല്ലേലൂയ, കർത്താവേ നിനക്ക് മഹത്വം എന്നാണ്. മനുഷ്യരെ കൊണ്ട് അസാധ്യം. ഇതെങ്ങനെ വാസ്തവത്തിൽ ചോദിക്കേണ്ടത് ആ ചോദ്യമാണ്. തിളയ്ക്കുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ, എണ്ണയിൽ വീഴുമ്പോൾ ഒരു ശബ്ദം കേട്ടു, ഹല്ലേലൂയ. ഇവിടെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ഇതെങ്ങനെ സംഭവിക്കും? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? അതല്ലേ ചോദ്യം. അതിനാണ് ലോകം ഉത്തരം പറയേണ്ടത്. ഇത് സാധ്യമാണ്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് സാധ്യമാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ചിരാതിലെ വെളിച്ചമായി നിൽപ്പാൻ ഒരു വലിയ പ്രകാശത്തിൻ്റെ മുൻപിൽ കർത്താവായ യേശു എന്ന ദൈവത്തിൻ്റെ ആ പ്രകാശത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നന്ദിയുള്ളവരായി ഈ പ്രകാശത്തെ ധരിച്ചുകൊള്ളുക. നമ്മെ വെളിച്ചമാകാനാണ് വിളിച്ചിരിക്കുന്നത് കർത്താവ്. അന്ധകാരത്തിൻ്റെ ഒന്നുമല്ല. വെളിച്ചമാകാൻ വിളിച്ചത് നമ്മോടുള്ള വാത്സല്യമാണ്. ഈ ലോകത്തിൽ കർത്താവിൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ കർത്താവ് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളെ പരിഗണിക്കുന്നതിൻ്റെയും നിങ്ങളെ കരുണയോടെ സ്വീകരിക്കുന്നതിൻ്റെയും അടയാളമാണ്. നിങ്ങളുടെ കഴുത്തിൽ ധരിക്കുന്ന കുരിശ് കർത്താവിന് പകരമായി നിങ്ങൾ ലോകത്ത് കാണിച്ചു കൊടുക്കുകയാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും. അപ്പൊ ഇന്ന് ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ ഇതാ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നതിൻ്റെ അടയാളവും പേറിക്കൊണ്ട് വളരെ വ്യത്യസ്തമായൊരു ലോകത്തേക്ക് ഇറങ്ങുന്നു. യു ബി ബ്രേവ്. നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണം. നമുക്ക് ഈ വാഗ്ദാനം തന്നിരിക്കുന്നത് മനുഷ്യനല്ല,
മനുഷ്യൻ അധികാരം കൊടുത്തിരിക്കുന്ന ഭരണാധികാരികളല്ല, ജീവന്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. കണ്ടാലും യുഗാന്ത്യം വരെ ഞാൻ കൂടെയിരിക്കും, നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ടതില്ല. സന്യാസ ജീവിതത്തിൻ്റെ പരിഷ്കാരം പോരാ എന്ന് കരുതി ഇടക്കാലത്ത് സന്യാസ വസ്ത്രമൊക്കെ മാറ്റിവെച്ച് ഒരു അഡാപ്റ്റേഷൻ, വീട്ടിലെ അനിയത്തിയും ചേടത്തിയും ഉടുക്കുന്നത് പോലെ സാരിയൊക്കെ ഉടുത്ത് സന്യാസിനിമാർ ഒരു ശ്രമം നടത്തി. ഉള്ളതും കൂടി പോയെന്നല്ലാതെ പുതുതായി അതിൻ്റെ പേരിൽ മഠത്തിലേക്ക് ആരും പ്രവേശിച്ചില്ല. സാധാരണക്കാരുടെ ജീവിതത്തിൻ്റെ അനുരൂപണം നല്ലതാണ്. ആ അനുരൂപണം വസ്ത്രത്തിൽ പരിമിതമായി പോകേണ്ട, അവരുടെ ജീവിതത്തിൻ്റെ നൈർമല്യവും ലാളിത്യവും സാധിക്കുന്നിടത്തോളം സ്വാംശീകരിക്കുന്നതാണല്ലോ ദൈവഹിതം. നിങ്ങൾ വ്യത്യസ്തരാണ്, അത് പറയാൻ എന്തിനാ മടിക്കുന്നത്? നിങ്ങൾ വ്യത്യസ്തരാണ്. യു ആർ ഡിഫറൻറ്റ്. ആ ഡിഫറൻറ്റ് എന്നത് ഒരു അതീശഭാവത്തിൻ്റെ അടയാളമല്ല. യെറ്റ് യു ആർ ഡിഫറൻറ്റ്. നിങ്ങൾ വ്യത്യസ്തരാണ്. സാക്ഷികൾ എപ്പോഴും വ്യത്യസ്തരാണ്. അടയാളങ്ങൾ എപ്പോഴും വ്യത്യസ്തമാണ്. അത് മാറ്റി നിർത്തപ്പെട്ടവയാണ്. മലയാളത്തിലൊരു ഭാഷാപ്രയോഗമുണ്ട്, അടയാളപ്പെടുത്തപ്പെട്ട ജീവിതങ്ങൾ. എന്താണാവോ അതിൻ്റെ അർത്ഥം? അടയാളപ്പെടുത്തപ്പെട്ട ജീവിതങ്ങൾ. അടയാളമായി പൊതുസമൂഹത്തിൽ ദൈവജനത്തിൻ്റെ മധ്യേ നിങ്ങൾ നിൽക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. സന്യാസം രൂപം കൊണ്ടത് ഒരു നാടകത്തിൻ്റെ ഇതിവൃത്തം കണ്ടിട്ടല്ല. സന്യാസം രൂപം കൊണ്ടത് അവൻ ക്രൂശിലേറി മരിച്ചതിൻ്റെ തുടർച്ചയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാണെന്ന് അവരുടെ പ്രമാണം രക്ഷാകര ചരിത്രത്തിലേക്ക് കർത്താവ് എടുത്തു വയ്ക്കുമ്പോൾ അതുണ്ടാക്കിയ ഗുണപരമായ വിശ്വാസപരമായ ഒരു നേർക്കാഴ്ചയുടെ ആവർത്തനമാണ്. ഒറ്റപ്പെട്ട ഒരു പേഴ്സണലൈസ്ഡ് വിറ്റ്നസിങ് എന്നതിനപ്പുറത്ത് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന പൈതൃകത്തിൻ്റെ മാറ്റിവെക്കാനാവാത്ത ഒരു ഭാവം സന്യാസത്തിൻ്റെ പ്രതിഷ്ഠയിലൂടെ നിങ്ങൾ ആഘോഷിക്കുന്നതാണ്. യു ആർ പാർട്ട് ഓഫ് ദാറ്റ് സേവിങ് ആക്ട് ഓഫ് ഗോഡ്. ദൈവത്തിന് രക്ഷിക്കുന്ന പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങൾ. മാറ്റിവെക്കാനും പകരം വയ്ക്കാനും ആവാത്ത ഭാഗം. അത് ചിരാതിൻ്റെ പ്രകാശമെങ്കിൽ ചിരാതിൻ്റെ പ്രകാശം, കെട്ടുപോകാത്ത ദീപവുമായി അവിടുത്തെ എതിരേൽക്കാൻ തയ്യാറെടുത്തു നിൽക്കുന്ന കന്യകമാരുടെ സുവിശേഷത്തിലെ ആ കാഴ്ചയില്ലേ? പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ സ്വയം പ്രതിഷ്ഠ നടത്തുമ്പോൾ നമ്മുടെ ആരാധനയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ പദം വളരെ ശ്രേഷ്ഠമാണ്. പരിഷ്കാരത്തിൻ്റെ പേരിൽ ദയവായി സുപ്പീരിയേഴ്സ് കൂടി അത് മാറ്റിക്കളയരുത്. സന്യാസ പ്രതിഷ്ഠയാണ്. സന്യാസ പ്രതിഷ്ഠയാണ്. സന്യാസത്തിൻ്റെ വാഗ്ദാനമെന്നൊന്നും പറയണ്ട, സന്യാസത്തിൻ്റെ പ്രതിഷ്ഠയാണ്. പൂർണ്ണമായി ദൈവത്തിന് മാറ്റിവെക്കുന്ന പ്രതിഷ്ഠയാണ്. ദൈവാലയം കുദാശ ചെയ്യുന്നത് പോലെ കുദാശ ചെയ്യപ്പെടുന്ന ചിരാതുകളിലെ പ്രകാശമാണ് നിങ്ങൾ. അണഞ്ഞു പോകാതിരിപ്പാൻ ആവശ്യമായ എണ്ണ നൽകി അതിൻ്റെ പ്രകാശം സൂക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് ക്രമീകരണങ്ങൾ ചെയ്യുന്നു.